ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ബ്രെഡും പാലും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷാഹി തുക്ഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 5 പീസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് ബ്രെഡ് എടുത്തേക്കുന്നത്, സ്വീറ്റ് ബ്രെഡ്. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട്. അതിനെക്കാട്ടി ടേസ്റ്റ് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇപ്പം നെയ്യ് അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ബ്രെഡ് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഇത് കുറച്ചും കൂടെ ഏറെ നെയ്യ് ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ പോലെയും ചെയ്യാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറേ ആകാവൂ. അത് ക്രിസ്പി ആയിട്ടിരിക്കണം. ഇതിപ്പോൾ ഞാൻ 7-8 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എണ്ണയിലും ചെയ്യാറുണ്ട് ഡീപ് ഫ്രൈ ആയിട്ട്. പക്ഷേ അതിനെക്കാട്ടി ടേസ്റ്റ് നെയ്യ് എടുക്കുന്നതായിരിക്കും. ആദ്യം വെച്ച് കൊടുത്തതൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒരു 2-2.5 മിനിറ്റൊക്കെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഈ സെൻറ്ററിലിരിക്കുന്നതൊക്കെ ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ഇത് ടിഷ്യൂവിലോട്ട് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറേ ഇരിക്കാവൂ. പിന്നെ നമുക്ക് ഈ പാലൊന്ന് കാച്ചണം. ഞാനിപ്പം ഫുൾ ക്രീം മിൽക്ക് എടുത്തേക്കുന്നത് 1/2 ലിറ്റർ. 250 ml കപ്പിൽ 2 കപ്പുണ്ട്. ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കണം. നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ ഇളക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഈ കസ്റ്റർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വനില ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഇതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാൽ. ആദ്യം കുറച്ചൊഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതും ഫുൾ ക്രീം മിൽക്ക് തന്നെ. ഇനി ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിക്കാവണം. ഒരുപാടങ്ങ് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് ലൂസായിട്ട് ഇരിക്കരുത്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾ മധുരം നോക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണും കൂടെ. ഓരോ പഞ്ചസാരയ്ക്കും മധുരം വ്യത്യാസമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം അരിഞ്ഞിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണിനോട് അടുത്ത്. അതുപോലെ പിസ്ത ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂണൊക്കെ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഫേമസ് മുഗളായി സ്വീറ്റ്സായ ഷാഹി തുക്ഡയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. ഒരുപാട് കുറുകിയിട്ടുമില്ല, ഒരുപാട് ലൂസിലും ഇരിക്കരുത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രത്തിലോട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഈ ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബദാം പിസ്തയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നല്ലതായിട്ട് ആറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും സൂപ്പർ ടേസ്റ്റ്. ഫ്രിഡ്ജിൽ നോർമലി വെച്ചാൽ മതി. 1 മണിക്കൂർ നേരമൊക്കെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഇത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.